അൽഹംദുലില്ലാ മാഷാ അള്ളാ. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ഉസ്താദിൻ്റെ ചിലവായിട്ടാട്ടോ വന്നത്. അപ്പോൾ അത് ഉസ്താദിൻ്റെ ചിലവിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ്. തലേ ദിവസം രാത്രിക്കത്തെ വീഡിയോ ആണ്. തലേ ദിവസം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെച്ചാൽ രാവിലെ നല്ല ഉഷാറേക്കാരം. പിന്നെ അധികം പണിയൊന്നും ഉണ്ടാവില്ല, നേരം വൈകില്ല, അധികം നേരത്തെ നീക്കും വേണ്ട, സുഖമാണ്. അങ്ങനെ കോഴി കൊടുന്നിനി, അത് നല്ലോണം ഒന്ന് കഴുകി വെച്ച്, പിന്നെ ഒരു മൺചട്ടി വാങ്ങിനി ഞാൻ തന്നെ പോയി വാങ്ങിയതാണ് കേട്ടോ അങ്ങാടിയിൽ പോയപ്പോൾ. അപ്പം അത് മയക്കിയെടുത്തു. എന്നിട്ടത് പയറുപൊടി ഉപയോഗിച്ചുകൊണ്ടാണ് കഴുകിയത്. കടലമാവൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കഴുകും, ചാരം ഉപയോഗിച്ച് കഴുകുക. ഞാൻ ചെറുപയറിൻ്റെ പൊടി ഉണ്ട്, ഇനി അതിട്ടാണ് കഴുകിയത്. എന്നിട്ടത് നല്ലോണം ഒന്ന് വെള്ളം തോരാൻ വേണ്ടി കണ്ട് അവിടെ വെച്ചിരുന്നു. അപ്പോൾ ഇതിന് ഞാൻ പത്തിരിക്കിൻ്റെ പൊടി വാട്ടാൻ തലേ ദിവസം തന്നെയാണ് കേട്ടോ വാട്ടാൻ വെള്ളം അടുപ്പത്ത് വെച്ചിനി. അത് തിളച്ച് മറിയുന്നുണ്ട്. അപ്പോൾ അതിക്ക് നമ്മൾ പൊടി അളന്നുകൊണ്ട് അതിട്ടു. എന്നിട്ട് നല്ലോണം തിളക്കാൻ അനുവദിക്കണം. അപ്പോൾ ഇതിന് നമ്മളെ ചട്ടി ഉണങ്ങി വന്നിനി. അതിൽ ലേശം വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് നല്ലോണം തടവിങ്ങാണ്ട് എല്ലായിടത്തും ആക്കിയാണ്ട് അതവിടെ വെച്ചു. കറി ഇന്ന് തന്നെ അതിലുണ്ടാക്കണം, അതിനാണ്. മൺചട്ടിയിൽ കറി വെച്ചാൽ അതൊരു വേറെ ടേസ്റ്റാണല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ഒരു വല്യുള്ളി എടുത്തു, അതരിഞ്ഞു. ഒരു തക്കാളി എടുത്തു, അതും ചട്ടിക്ക് തന്നെ ഉണ്ടോ അരിഞ്ഞു കൊടുക്കണത്. നേരെ ഒരു 8:30 മണി 9 മണിയോട് അടുക്കുന്നുണ്ട്, ആ ടൈമിലാണിത്. അങ്ങനെ പിന്നെ അതിക്കുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെ എല്ലാ മസാലകളും ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ അതിക്ക് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അങ്ങനെയൊക്കെ നല്ലോണം കൈ വെച്ച് കണ്ട് നല്ലോണം ഒന്ന് കുഴച്ചു. അപ്പോൾ കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചിട്ട് പിന്നെ നമ്മൾ ചിക്കൻ അതിക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഞാൻ കുറച്ചൊന്ന് മാറ്റി വെച്ചിരിക്കണം, പൊരിക്കാൻ വേണ്ടി കണ്ട് കായം കൂട്ടി വെച്ചിരിക്കണം. എന്നിട്ട് നല്ലോണം കുഴച്ചിട്ട് കൈ വെച്ച് തന്നെ നല്ലോണം കുഴക്കണം കേട്ടോ. ഉള്ളിയും തക്കാളി ഇതൊക്കെ ഒന്ന് ഉടയണ ഇതിൽ കുഴച്ചിട്ട് പിന്നെ ചിക്കൻ ഇട്ട് കണ്ട് നല്ലോണം തിരുമ്പി കുഴച്ചിട്ട് പിന്നെ അതിക്ക് ലേശം വെള്ളം പാരണം. എന്നിട്ട് മൺചട്ടി ആയതുകൊണ്ടേ പേടിയാണ്. അങ്ങനെ നല്ലോണം കുഴച്ചിട്ട് പാകത്തിനില്ല വെള്ളം പാർന്നിട്ട് അടുപ്പത്ത് വെക്കുക. അങ്ങനെ ഞാൻ അപ്പോഴത്തിന് അടുപ്പൊക്കെ കത്തിച്ചിന് കേട്ടോ. അതിൻ്റെ മുന്നേ കുറച്ച് പണി ഉണ്ടായിനി അടുപ്പത്ത്. അരി പൊടിച്ചു കൊടുന്നിനി, അത് വറുത്ത് നനച്ച് പൊടിച്ചിനി ഞാൻ. അരി ഒക്കെ വറുത്ത് അടുപ്പിൽ നല്ല കണലും തീയും ഉണ്ടായിനി, അതുകൊണ്ട് പിന്നെ എളുപ്പമായി. പിന്നെ നമ്മൾ വാട്ടി വെച്ചിനിയല്ലോ പൊടി, അതെടുത്തുകൊണ്ട് നല്ലോണം കുഴച്ച് പരത്തി വെക്കുകയാണ് കേട്ടോ. എന്നാൽ രാവിലേക്കൊക്കെ ഇതൊക്കെ രാത്രിക്കത്തെ പണി കേട്ടോ. അപ്പോഴത്തിന് ഞാൻ ഒരു ചട്ടി എടുത്തുകൊണ്ട് അതിൽ ഓയിൽ തീമച്ചിരുന്നു. ഓയിൽ പാർന്നുകാണ്ടേ കോഴി കോഴി പൊരിക്കാനാണ്. കോഴിയുടെ പൊരിച്ച് വെച്ചാൽ എന്താ പറയുക, രാവിലെ വേണമെങ്കിൽ ഒന്ന് എടുത്തുകൊണ്ട് ചൂടാക്കിയാൽ സംഗതി ഉസാറാവും. അങ്ങനെ എടുത്തുകൊണ്ട് ഇതാക്കി. പിന്നെ ഓയിൽ ചൂടായി വരട്ടഞ്ഞ്. അപ്പോഴത്തിന് നമ്മൾ പത്തിരി ഇവിടെ പ്രസ്സുമ്മൽ അമർത്തി തരുന്നുണ്ട്. അപ്പോൾ ഞാൻ പരത്തട്ടെ വിചാരിച്ചുണ്ട് പരത്തി. അപ്പോഴത്തിന് നമ്മളെ ഓയിലെല്ലാം ചൂടായി വന്ന് പിന്നെ അതിൽ ചിക്കൻ ഇട്ടു. ചിക്കൻ ഇട്ടുകൊണ്ട് വെന്തപ്പോഴത്തിന് ഞാൻ പത്തിരി അങ്ങനെ പരത്തുന്നുണ്ട്. പിന്നെ ചിക്കന് ഒരു ഇത് കോരിയെടുത്തു. അങ്ങനെ 2-3 പ്രാവശ്യം കണ്ടാണ് പൊരിച്ചെടുക്കണത് കേട്ടോ. പിന്നെ രാവിലേക്കൊക്കെ അതങ്ങനെ കഴിഞ്ഞു. പിന്നെ പത്തിരി പരത്തിങ്ങാണ്ട് അവിടെ എടുത്ത് ശരിയാക്കിയാണ്ട് അവിടെ വെച്ചു. പിന്നെ തേങ്ങ വറുക്കാൻ വെച്ചു. തേങ്ങ ചിരകിങ്ങാണ്ട് കറിക്ക് തേങ്ങ ചിരകിങ്ങാണ്ട് അത് നല്ലോണം വറുക്കാൻ വെച്ചു. പിന്നെ മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, ഉള്ളി, ചെറിയുള്ളി, കരിവേപ്പിൻ്റെ ഇല, പിന്നെ ഗ്രാമ്പൂ, പട്ട, വെളുത്തുള്ളി ഒക്കെ ഇട്ടുകൊണ്ട് നല്ലോണം വറുത്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നല്ലോണം വറുത്തെടുത്തു. ഇത് രാവിലെയാണ് കേട്ടോ. ഞാൻ തേങ്ങ തലേന്ന് വറുത്തൊക്കെയുണ്ട്. പിന്നെ രാത്രി 10-11 മണിയായപ്പോൾ ഞാൻ പോയി ഇങ്ങോട്ട് കടന്നു. പിന്നെ നേരത്തെ നീച്ചുകൊണ്ട് ഇനി തേങ്ങ അരച്ചുകൊണ്ട് ഇതാക്കാൻ വിചാരിച്ച്. പിന്നെ രാവിലെയാണ് കേട്ടോ അത്. അതിൽ രാവിലെ തേങ്ങയൊക്കെ വറുത്ത് കഴിഞ്ഞു. പിന്നെ ആ അടുപ്പത്തേക്ക് തന്നെ കറീൻ്റെ ചട്ടി വെച്ചുകൊണ്ട് ഒന്ന് തിളക്കട്ടെ. അപ്പോഴത്തേന് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അങ്ങനെ കുറച്ച് പച്ച തേങ്ങയും കൂട്ടിക്കണം കേട്ടോ വറുത്തേക്കൂടെ. അതൊരു വേറെ ടേസ്റ്റാണ് ഈ കാരം. അങ്ങനെ ഇതാണ് നമ്മൾ തലേന്ന് പരത്തിച്ച പത്തിരി. കണ്ടില്ലേ, ഒരു കുഴപ്പമില്ല. ഫ്രിഡ്ജിലൊന്നും അല്ല വെച്ചത്. ഞാൻ ചെറിയൊരു ചെമ്പട്ടി എടുത്തുകൊണ്ട് അതിൻ്റെ മുകളിലവിടെ കത്തിച്ച് ഞാൻ പോയി കണ്ട് കടന്നു.
അപ്പോൾ ഇതിന് നമ്മളെ തേങ്ങ നല്ലോണം കോഴിക്കറി നല്ലോണം തിളച്ച് വന്നിക്കണം കേട്ടോ. അത് തലേന്ന് ഉണ്ടാക്കി വെച്ചതാണ്. ഒരു 9 മണി ഒക്കെ ആയിക്കണം ഉണ്ടാക്കി വെച്ചപ്പോൾ ഞാൻ കാണിച്ചു തന്നിനിയല്ലോ. അങ്ങനെ അത് നല്ലോണം തിളപ്പിച്ചങ്ങാണ്ട് നമ്മളെ തേങ്ങ അരച്ച്, അപ്പോൾ ഇതിന് ഞാൻ തേങ്ങ അരച്ച് കൊടുന്നിനി. ആ തേങ്ങ അതിക്ക് പാരിയാണ്. ആ തേങ്ങ പാർന്നങ്ങാണ്ട് ഒന്ന് അങ്ങനെ നമ്മൾ ആ മിക്സിൻ്റെ ജാറും അതിക്കൊന്നാണ് ചുഴറ്റിങ്ങാണ്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചുങ്ങാണ്ട് തീം വെച്ചു. ഇവിടെ കറി നല്ലോണം വേണേ, പത്തിരിക്കാവുമ്പോൾ പ്രത്യേകിച്ചും വേണം. അപ്പോൾ കുറച്ച് തോനെ തന്നെ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ കറി വാങ്ങി വെച്ചു. ഇനി ഒരു ചട്ടി എടുത്തുങ്ങാണ്ട് അടുപ്പത്തേക്ക് വെച്ചുങ്ങാണ്ടേ ചെറിയുള്ളി അരിഞ്ഞുങ്ങാണ്ട് കുറച്ച് വെളിച്ചെണ്ണ വാർന്നുങ്ങാണ്ട് ചെറിയുള്ളി അരിഞ്ഞുങ്ങാണ്ട് ഒന്ന് വറവിട്ടെടുക്കണം. അങ്ങനെ ഉള്ളി നല്ലോണം മൂത്ത് വരട്ടെ. തീ നല്ലോണം കത്തുണ്ട്. അങ്ങനെ കരിവേപ്പിൻ്റെ ഇല ഇട്ടുങ്ങാണ്ട് തൂമിച്ചുങ്ങാണ്ട് അതിക്ക് പാർന്നുങ്ങാണ്ട് അടച്ച് വെച്ചു. ഇളക്കിയിട്ടില്ല, അടച്ച് വെച്ചു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കുള്ളൂ. പിന്നെ പത്തിരി ചൂടാല്ല ചട്ടി അടുപ്പത്ത് വെച്ചു. ഞാൻ ഈ ചട്ടിയിലാട്ടോ, മണ്ണിൻ്റെ ചട്ടിയിലാണ് പത്തിരി ചുടൽ. എനിക്കിതാണ് ഇഷ്ടം. ഇങ്ങനെ ചുട്ടെങ്കിലേ ഒരു സുഖം കിട്ടുള്ളൂ. കുറച്ച് നേരം നിൽക്കണം ചൂടാൻ. ഒരു പണി തന്നെയാണ്. എന്നാലും എനിക്ക് പിന്നെ അങ്ങനത്തെ പണി എടുക്കണതിന് അധികം ഇടങ്ങാറില്ല. ഭക്ഷണം ടേസ്റ്റ് വേണം, അത്രേ ഉള്ളൂ. അതിന് ഞാൻ എന്ത് പണിയെടുക്കാം ഉഷാറ്. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുന്നത്. പിന്നെ പറഞ്ഞാൽ ഒരാൾക്ക് ചിലവ്, ഉസ്താദിനൊക്കെ ചിലവുണ്ടാക്കി കൊടുക്കുക പറഞ്ഞാൽ അതൊക്കെ ഒരു ഇഷ്ടമാണ്. അപ്പോൾ അത് നന്നാക്കിങ്ങാണ്ട് കൊടുക്കും. അങ്ങനെ പത്തിരി ഓരോന്നോരോന്നായി ചുട്ടെടുക്കുന്നുണ്ട്. കണ്ടോ, നല്ലോണം നമ്മൾ രാത്രി പരത്തി വെച്ച പത്തിരിയാണെന്ന് അറിയുന്നല്ല, നല്ലോണം വീർത്ത് വരുന്നുണ്ട് പത്തിരി. എല്ലാ പത്തിരി അങ്ങനെയൊക്കെ ചുട്ടെടുത്തു. പിന്നെ ഞാൻ 2 പട്ടൻ്റെ കഷ്ണം ഇട്ടുങ്ങാണ്ട് വെള്ളം തിളപ്പിച്ചു. ഉസ്താന് ഇത് പറ്റൂല, ചായ വേണ്ട. അപ്പം അതെടുത്തു. പിന്നെ ഫുഡൊക്കെ പാത്രത്തിലാക്കി, ഫുഡ് പാത്രത്തിലാക്കാൻ നിൽക്കുകയാണ്. പാത്രമൊക്കെ നല്ലോണം കഴുകി ആണ്ട് ഓരോന്നോരോന്ന് എടുത്ത് വെച്ചിനി. പിന്നെ അടിയത്തെ പാത്രത്തിൽ വെള്ളമാക്കി, ചായക്ക് പകരം വെള്ളമാണ്. പിന്നെ കറി ആക്കി, ഒരു പാത്രത്തേക്ക് കറി എടുത്തുങ്ങാണ്ട് കറി ഒഴിച്ചു കൊടുത്തു ഈ വെള്ളത്തിൻ്റെ മുകളിലത്തെ പാത്രത്തേക്ക്. പിന്നെ പത്തിരി എടുത്തുങ്ങാണ്ട് ഓരോ പത്തിരി ഇങ്ങനെ കോണായി മടക്കിങ്ങാണ്ട് അങ്ങനെ വെച്ച് കൊടുത്തു. ഒരു സ്ഥാനേ ഉള്ളൂ കേട്ടോ, തോനെ ഉസ്താന്മാരൊന്നുമില്ല. അങ്ങനെ അതും ഒരു 8-10 പത്തിരി എടുത്തുങ്ങാണ്ട് അത് മടക്കി വെച്ച് കൊടുത്തു. ഉസ്താദിന് കുറച്ച് ഫുഡ് മതി പറയും ഉസ്താദ്. പിന്നെ കോഴി പൊരിച്ചതും ഇതന്നെ ഇന്നത്തെ ചെലവിൻ്റെ വിശേഷങ്ങൾ. അങ്ങനെ അതൊക്കെ പാത്രത്തിലാക്കിങ്ങാണ്ട് പറഞ്ഞയച്ചു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലിട്ടോ. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ കുറേ ടിപ്സ് ഉണ്ട്. പിന്നെ ഇതന്നെ ടിപ്സ് തലേന്ന് നമ്മൾ ഇങ്ങനെ ഒരുക്കി വെച്ചാൽ ഒരു കോടും ഉണ്ടാവില്ല, സുഖമാണ് പിറ്റേന്നൊക്കെ. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായ അടിച്ചാൽ വേണ്ടി കണ്ട് ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ചായ കൂടി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ആയാലും ഇഷ്ടപ്പെട്ടോ ഇല്ലേ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഇല്ലേ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും